പ്രിയമിത്രങ്ങളെ, ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരു പുതിയ കഥയാണ്. പുതിയ കഥയിലേക്ക് എല്ലാവരെയും ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. കഥ അവസാനം വരെ കേട്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. കഥ ആരംഭിക്കാം. പത്രമാഫീസിൽ നിന്നിറങ്ങുമ്പോൾ സമയം 5:30 കഴിഞ്ഞിരുന്നു. അല്പം വൈകിയത് കാരണം മായാദേവി നേരെ ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു. അവിടെ യാത്രക്കാരുടെ പതിവ് തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അവൾ വെയിറ്റിംഗ് ഷെഡിന്റെ ഒരു അരികിലേക്ക് മാറി നിന്ന് പുതിയ ലക്കം വാരികയുടെ പേജുകൾ മറിച്ചു നോക്കാൻ തുടങ്ങി. തൊട്ടപ്പുറത്തായി എല്ലാം നോക്കി നിന്ന ചെറുപ്പക്കാരൻ മായ അറിയാതെ അല്പം അടുത്തേക്ക് ചെന്നു. വാരികയിലേക്ക് മെല്ലെ എത്തി നോക്കി. മായയാണെങ്കിൽ ഇടം കണ്ണിട്ട് ഒരു വേള അത് ശ്രദ്ധിക്കുകയും ചെയ്തു. മാഡം, ചെറുപ്പക്കാരൻ പതിഞ്ഞ സ്വരത്തിൽ വിളിച്ചു. എന്താ? മായാദേവിയല്ലേ? അതെ. മേഡത്തിനെ ഇവിടെ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ആരാ? മനസ്സിലായില്ലല്ലോ നിങ്ങളെ. ഞാൻ മേഡത്തിന്റെ ഒരു വായനക്കാരനാ. കേട്ടപ്പോൾ മനസ്സിന്റെ അടിത്തട്ടിൽ നിന്നും ഉയർന്നു വന്ന ഒരു കുമിള പോലെ മുഖത്ത് ചെറുചിരിയുടെ പ്രകാശം പരന്നു. പുതിയ നോവല്? മായ ചോദിക്കാൻ തുടങ്ങിയത് ഇടയ്ക്ക് വെച്ച് നിർത്തിക്കളഞ്ഞപ്പോൾ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഇഷ്ടായി. അതിലെ ഇന്ദ്രജയ്ക്ക് വായനക്കാരന്റെ ഉള്ളിൽ നിന്നും ഇറങ്ങിപ്പോകാനാവില്ല. അത്രയ്ക്ക് ശക്തമാണ് ആ കഥാപാത്രം. പശ്ചാത്തലമാണെങ്കിലോ അതിമനോഹരവും. അതിലൊക്കെ ഉപരിയായി ഞാൻ ഇഷ്ടപ്പെടുന്നത് മേഡത്തിന്റെ വശ്യമനോഹരമായ ശൈലിയാണ്. മുണ്ടശ്ശേരി മാഷ് പറഞ്ഞതുപോലെ വെണ്ണ നെയ്യും താമരനൂലും ചേർന്ന പരുവം. സത്യത്തിൽ നോവൽ വായിപ്പിക്കുകയല്ല, അനുഭവിപ്പിക്കുകയാണ് മേഡം ചെയ്യുന്നത്. പാർവണങ്ങൾ കാത്തുകിടന്ന മനസ്സിനു മീതെ വാക്കുകളുടെ നീഹാര ബിന്ദുക്കൾ പെയ്തിറങ്ങിയപ്പോൾ മായ വീണ്ടും മുഖമുയർത്തിയിട്ട് പറഞ്ഞു, മുഖസ്തുതിയാണെങ്കിലും കേൾക്കാൻ രസമുണ്ട്. ഞാനെന്തിനാ മാഡം മുഖസ്തുതി പറയണേ? അതുകൊണ്ട് എനിക്കെന്താ ലാഭം? ഉള്ളത് പറഞ്ഞു, അത്രയേ ഉള്ളൂ. സംസാരം മുഴുമിക്കുന്നതിന് മുമ്പേ ബസ് വന്നു. മായ കയറി ഒരൊഴിഞ്ഞ സീറ്റിന്റെ സൈഡിലേക്കിരുന്ന് വീണ്ടും വാരികയുടെ പേജുകൾ മറിച്ചു നോക്കി. വരികൾക്കിടയിലൂടെ കണ്ണുകൾ ഒഴുകി നടന്നെങ്കിലും മനസ്സതിലെങ്ങും തങ്ങി നിന്നില്ല. അവൾ വാരിക അടച്ചുവെച്ച് സീറ്റിലേക്ക് ചാരി വെറുതെയിരുന്നു. നേർത്ത ചൂടുകാറ്റ് വീശിയപ്പോൾ കണ്ണുകൾ കൂമ്പി അടയുന്നത് പോലെ തോന്നി. ഓർക്കാൻ പ്രത്യേകിച്ചൊന്നുമില്ലെങ്കിലും ബസ് സ്റ്റോപ്പിൽ കണ്ട ചെറുപ്പക്കാരന്റെ മുഖം മനസ്സിൽ തെളിയുകയായിരുന്നു. അയാൾ ആരായിരിക്കും? എവിടുത്തുകാരനായിരിക്കും? ഒരു വെറും വായനക്കാരനാണെന്ന് തോന്നുന്നില്ല. ഒരു ക്രിട്ടിക്കിന്റെ കാഴ്ചപ്പാടുണ്ട് അയാൾക്ക്. പേര് പോലും ചോദിച്ചില്ല. അതിനൊട്ട് നേരവും കിട്ടിയില്ല. ബസ് കണ്ട ഉടനെ ചാടി കയറുകയായിരുന്നില്ലേ? വേണ്ടായിരുന്നു. ഒന്നുമില്ലെങ്കിലും അയാൾ തന്റെ ഒരു വായനക്കാരനല്ലേ. തന്റേതായ ശൈലിയും ആവിഷ്കാര രീതിയും ഇഷ്ടപ്പെടുന്നവൻ. ഇടിച്ചു കയറി സംസാരിച്ച് ബോറടിക്കുന്ന പ്രകൃതവുമല്ല. അല്പം മാന്യതയൊക്കെ പുലർത്തുകയും ചെയ്തു. അങ്ങനെ യാദൃച്ഛികമായി കണ്ടുമുട്ടിയ ഒരാളെ പറ്റി ഇത്രയൊക്കെ ഓർക്കാൻ എന്തിരിക്കുന്നു? ചിലപ്പോൾ അങ്ങനെയാണ്. യാത്രക്കിടയിൽ വല്ലവരെയും കണ്ടുമുട്ടും, അല്ലെങ്കിൽ വല്ലതുമൊക്കെ വീണ് കിട്ടും. അവയെല്ലാം പിന്നീട് മനസ്സിൽ കിടന്ന് അങ്ങനെ നീറിപ്പിടിക്കും. മാഡം, ടിക്കറ്റ്. കണ്ടക്ടർ അടുത്ത് വന്ന് പറഞ്ഞപ്പോൾ മായ തിരിഞ്ഞു നോക്കി. അതോടെ ചിന്തകൾ ചിറകൊതുക്കി അവളിലേക്ക് തന്നെ മടങ്ങുകയായിരുന്നു. കൃത്യമായി കരുതി വെച്ചിരുന്ന രൂപയെടുത്ത് അയാൾക്ക് നീട്ടി. അത് വാങ്ങി ബാഗിലിട്ട് ടിക്കറ്റിന്റെ ഒരു തുണ്ട് മായയ്ക്ക് കൊടുത്തു. പിന്നെ അടുത്ത സീറ്റിലേക്ക് നീങ്ങി. മായാദേവി. പുറകിലെ സീറ്റിൽ നിന്നും ഒരു സ്ത്രീ ശബ്ദം കേട്ടപ്പോൾ മായ തിരിഞ്ഞു നോക്കി. സാമാന്യം തടിച്ച് മൂക്കത്തൊരു കണ്ണട കെറ്റി അല്പം ഗമ തോന്നിക്കുന്ന ഒരു സ്ത്രീ. മനസ്സിലായോ എന്നെ? അല്പം മുന്നോട്ടാഞ്ഞുകൊണ്ട് അവർ ചോദിച്ചു. മായ ഓർമ്മയുടെ താളുകൾ പരതാൻ തുടങ്ങി. പിടികിട്ടിയില്ലെന്ന് തോന്നിയപ്പോൾ അവർ തന്നെ പറഞ്ഞു, ഞാൻ ശശികല, പ്രൊഫസർ ശശികല. അയ്യോ സോറി ടീച്ചർ, പെട്ടെന്നങ്ങ് ഓർമ്മ വന്നില്ല. എനിക്കും അങ്ങനെ തോന്നി. അല്ലെങ്കിൽ അതിന് മാത്രമുള്ള ഒരു ഇടപഴകൽ ഉണ്ടായിട്ടില്ലല്ലോ നമ്മള്. ഇന്റർസോൺ ഇനോഗ്രേഷന് വന്നപ്പോൾ പരിചയപ്പെട്ടിരുന്നു, അത്രയല്ലേ ഉള്ളൂ. ഏതായാലും വീണ്ടും കാണാൻ ഇടയായില്ലോ, സന്തോഷം. ഇനി മറക്കില്ല കേട്ടോ. മറന്നു തോന്നിയാൽ ഒരിക്കൽ കൂടെ ഓർമ്മപ്പെടുത്തണം. പിന്നെ വേണ്ടിവരില്ല, റിക്വസ്റ്റ് ആണ്. അതിനെന്താ, ഞാൻ മറക്കില്ലല്ലോ മായാദേവിയെ. അന്നത്തെ ഉദ്ഘാടന പ്രസംഗം പ്രൗഢഗംഭീരമായിരുന്നു. ഒരു എഴുത്തുകാരിയുടെ വ്യതകളും അവളെ വലയം വെക്കുന്ന ചട്ടക്കൂടുകളും അതിനെ തകർത്തെറിയാനുള്ള വ്യഗ്രതയും ഒക്കെ പറഞ്ഞു കേട്ടപ്പോ മനസ്സിൽ വല്ലാതെ തറച്ചുപോയി. എല്ലാം സ്വന്തം അനുഭവങ്ങൾ തന്നെയാണോ? അതോ? മായ ഉത്തരം ഒരു ചെറുചിരിയിൽ ഒതുക്കുകയായിരുന്നു.
ഒപ്പം തന്റെ വാക്കുകൾ ഒരാളുടെ ഉള്ളിലെങ്കിലും തങ്ങി നിൽക്കുന്നല്ലോ എന്നോർത്ത് ആഹ്ലാദിക്കുകയായിരുന്നു. മായയ്ക്ക് പത്രമാഫീസിലാണോ ജോലി? ശശികല ചോദിച്ചു. അല്ല, ഒന്ന് കാണണമെന്ന് എഡിറ്റർ അറിയിച്ചിരുന്നു, അങ്ങനെ വന്നതാ. എഴുത്തല്ലാതെ വേറെ എന്തെങ്കിലും? ഇല്ല, ഒന്നും ചെയ്യുന്നില്ല. എവിടെങ്കിലും കയറി കൂടിയാലോ എന്ന് പലവട്ടം ആലോചിക്കുകയേ ഇല്ല. പിന്നെ വേണ്ടെന്ന് വെച്ചു. ജോലിക്ക് കയറി കഴിഞ്ഞാൽ പകലൊക്കെ അവിടെ ചടഞ്ഞുകൂടേണ്ടി വരും. മനസ്സിനെയാണെങ്കിലോ എനിക്ക് അങ്ങോട്ട് നിയന്ത്രിക്കാനും ആവില്ല. അതങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും. ആ സഞ്ചാരത്തിനിടയ്ക്കാവും തത്തമ്മയ്ക്ക് കതിര് കിട്ടും പോലെ വല്ലതും വീണ് കിട്ടുക. അങ്ങനെ വീണ് കിട്ടുന്നതാവും പിന്നെ എപ്പോഴെങ്കിലും കഥയും നോവലുമൊക്കെ ആയി രൂപാന്തരപ്പെടുക. അതിന് മുടക്കം വന്നാൽ പിന്നെ എന്നിലെ ഞാൻ തന്നെ ഇല്ലാണ്ടാവില്ലേ? മായ ചോദിച്ചു. ഇതെല്ലാം അറിഞ്ഞു കിട്ടുന്ന മഹാഭാഗ്യങ്ങളാ മായ. ഇറങ്ങേണ്ട സ്റ്റോപ്പ് എത്തി. സംസാരിച്ചിട്ടാണെങ്കിൽ മതിയായില്ല. ഇനിയും കാണാം അല്ലേ? ശശികല യാത്ര പറഞ്ഞ് എഴുന്നേറ്റു. തിക്കിയും തിരക്കിയും മുന്നോട്ട് നടന്നു. ബസ് നിന്നപ്പോൾ അവരിറങ്ങി. പാറിപ്പറന്ന മുടിയിഴകൾ മാടി ഒതുക്കിക്കൊണ്ട് ഇടത്തോട്ടുള്ള പോക്കറ്റ് റോഡിലേക്ക് തിരിഞ്ഞു. പിറകിലേക്ക് ചാരി വീണ്ടും കണ്ണടച്ചിരുന്നപ്പോൾ ബസ് സ്റ്റോപ്പിൽ നിന്ന് കണ്ട ചെറുപ്പക്കാരൻ ഓർമ്മകളുടെ കിളിവാതിൽ വന്ന് എത്തി നോക്കുന്നതുമായി അറിയുകയായിരുന്നു. തന്റെ സങ്കല്പത്തിലെ പുരുഷന് അയാളുടെ ഛായയായിരുന്നുവോ? ആണെന്ന് പറഞ്ഞുകൂടാ. പലപ്പോഴും വരയുകയും മായുകയും ചെയ്ത രൂപമല്ലേ? എന്നാലും എവിടെയൊക്കെ ഒരു സാമ്യമുണ്ട്. അല്ലെങ്കിൽ മുഖച്ഛായയിൽ എന്തിരിക്കുന്നു? മനസ്സിന്റെ വ്യാപാരങ്ങളല്ലേ ഒരുത്തനെ നല്ലവനാക്കുന്നതും കെട്ടവനാക്കുന്നതും. ഓർമ്മ വെക്കുമ്പോഴേ മാളികയുടെ തെക്കേറയിലായിരുന്നല്ലോ തന്റെ താവളം. അവിടുത്തെ അരഭിത്തിയിന്മേൽ പകലൊക്കെ പുറത്തേക്ക് നോക്കിയിരിക്കും. കുഞ്ഞിഷ്ണേറ്റന്റെ പച്ചക്കടല് പോലെയുള്ള പരന്നു കിടക്കുന്ന നെൽപ്പാടം കാണാൻ രസമായിരുന്നു. പാടത്തിനും തറവാട്ടു പുരയിടത്തിനും അതിരിട്ടൊഴുകുന്ന കൈത്തോട്ടിൽ ഏതു കാലത്തും കണ്ണാടി പോലെ തെളിമയമുള്ള വെള്ളമുണ്ടാകും. നേരം വെളുത്താൽ പെൺകിടാങ്ങൾ നീരാടിനെത്തും. അർദ്ധനഗ്നാംഗങ്ങളായി കളിതമാശ പറയും, തുണി നനയ്ക്കും. എല്ലാം പതിവ് കാഴ്ചകളായിരുന്നു. നോക്കി നോക്കിയിരിക്കെ താൻ പോലും അറിയാതെ എത്രയോ മോഹങ്ങൾക്ക് ഊടും പാവും ഇടുകയായിരുന്നില്ലേ മനസ്സ്. കാലം കടന്നുപോയെങ്കിലും ബാല്യത്തിൽ പറഞ്ഞു കേട്ട മുത്തശ്ശിക്കഥകളിലെ മായികലോകം മനസ്സിൽ ഇന്നും തെളിമയാർന്നു നിൽക്കുകയാണ്. നിറനിലാവ് പെയ്തിറങ്ങുന്ന രാത്രികളിൽ നാടുറങ്ങുമ്പോഴും തെക്കേ പറമ്പിലേക്ക് നോക്കി എത്രയോ രാവുകൾ ഉറങ്ങാതിരുന്നിട്ടുണ്ട്. ഭീമാകാരനായ പാലമരത്തിൽ നിന്നും യക്ഷനെ തിരഞ്ഞ് പുലിചാമുണ്ടി മലയിലേക്ക് പറന്നകലുന്ന യക്ഷികളെ കാണാൻ കാത്തിരുന്നിട്ടുണ്ട്. ഒന്നും കണ്ടില്ല എന്ന നഷ്ടബോധത്തോടെ ഉറങ്ങാൻ കിടന്നിട്ടുണ്ട്. കയ്യിലൊരു നക്ഷത്രക്കോലും ആരെയും മയക്കിയെടുക്കാനുള്ള സിദ്ധിയും ആകാശത്തൂടെ പറന്നു നടക്കാനുള്ള കഴിവും ഉണ്ടായിരുന്നെങ്കിൽ തനിക്കും പറന്നു നടക്കാമായിരുന്നുവെന്ന് തോന്നിയിട്ടുണ്ട്. ഏത് ഗന്ധർവനെയും മയക്കിയെടുക്കാമെന്ന് തോന്നിയിട്ടുണ്ട്. എല്ലാം വ്യാമോഹങ്ങളായിരുന്നുവെന്ന് തിരിച്ചറിയാൻ ഒരു ബാല്യം മുഴുവൻ പാഴാക്കേണ്ടി വന്നു. ഒരിക്കൽ ഇരവിമംഗലത്ത് നിന്നും പെണ്ണ് കാണാൻ വന്ന യുവാവിനെ ഇന്നും ഓർമ്മയുണ്ട്. അയാളുടെ അമ്മയെ ഓർമ്മയുണ്ട്. ഒരു ട്രേയിൽ ചായക്കോപ്പകളുമായി തന്നെ കാണിക്കാൻ ഇറങ്ങിച്ചെന്നപ്പോൾ ആദ്യ നോട്ടത്തിൽ തന്നെ അവർക്കെന്നെ ഇഷ്ടമായി. അവരത് സംസാരത്തിനിടെ സൂചിപ്പിക്കുകയും ചെയ്തു. പക്ഷേ വല്യമ്മാമയ്ക്ക് മറ്റെന്തിനേക്കാളും ജാതകപ്പൊരുത്തം മുഖ്യമായിരുന്നു. 35 വയസ്സുവരെയുള്ള ദാമ്പത്യമേ സ്ത്രീ ജാതകത്തിൽ വിധിച്ചിട്ടുള്ളൂവെന്നും അതിന് പൂർണ്ണ പരിഹാരമുള്ള പുരുഷജാതകമാണെങ്കിൽ മാത്രം ആലോചിച്ചാൽ മതിയെന്നും ഒരു മുന്നറിയിപ്പ് പോലെ വല്യമ്മാമ പറഞ്ഞു വെച്ചു. അത്രയും കേട്ടപ്പോഴേക്കും യുവാവിന്റെയും അമ്മയുടെയും മുഖം വിളറി. ഒരു ഭയപ്പാട് അവരിൽ നിഴൽ വീശി നിന്നു. എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടാൽ മതി എന്ന അവസ്ഥയായിരുന്നു അവർക്ക്. അവസാനം ഒരു വിധത്തിൽ യാത്ര പറഞ്ഞ് അവരിറങ്ങി. പിന്നീട് കുറെ നാളത്തേക്ക് വിവരമൊന്നും ഉണ്ടായില്ല. ഏതാണ്ട് 1 മാസത്തിന് ശേഷം ജാതകക്കുറിപ്പ് മടക്കി അയച്ചു തരികയായിരുന്നു. കൂടെ ജാതകം ചേരില്ലെന്നൊരു കുറിപ്പും. അന്നു മുതലേ വല്യമ്മാമയോട് തോന്നിയ നീരസം മെല്ലെ മെല്ലെ മനസ്സിൽ വേരൂന്നുകയായിരുന്നു. 1000 ഊന്നുവേരുകളുള്ള ഒരു പേരയാൽ പോലെ പടർന്നു പന്തലിക്കുകയായിരുന്നു. പാട്ടങ്ങാടി പാട്ടങ്ങാടി കണ്ടക്ടർ വിളിച്ചു പറഞ്ഞപ്പോഴാണ് ഇറങ്ങാറായെന്നറിയുന്നത്. അവൾ വേഗം എഴുന്നേറ്റു. തിക്കിത്തിരക്കി മുമ്പോട്ട് നടന്ന് താഴെ ഇറങ്ങി. അപ്പോഴേക്കും നേരം സന്ധ്യയായിരുന്നു. വടക്കേപ്പറമ്പിൽ കളിക്കാനെത്തിയ കുട്ടികൾ വീടണഞ്ഞിട്ടില്ല. അവരെങ്ങനെയാണ്? ഇരുട്ടും വരെ കളിച്ചുകൊണ്ടേയിരിക്കും. ഇരുട്ടിയാലേ മടങ്ങൂ. അങ്ങനെ ഓരോന്നോർത്തുകൊണ്ട് മായ നടന്നു. മായച്ചി,
ഇടത്തോട്ടുള്ള തെരുവിലെത്തിയപ്പോൾ ഇന്ദ്രാണിയുടെ പടിക്കൽ കാത്തു നിൽക്കുകയായിരുന്ന സുധീര വിളിച്ചു ചോദിച്ചു, പുതിയ ലക്കം കിട്ടിയോ മയച്ചി? കിട്ടിയില്ലോ മോളെ, ചേച്ചി ഒന്ന് നോക്കിയിട്ട് തന്നാ പോരെ? മതി, രാവിലെ വരട്ടെ, വന്നോളൂ. ചെങ്കൽപ്പാറകൾ വെട്ടിയിറക്കിയ ഒതുക്കുകൾ ഇറങ്ങാൻ തുടങ്ങുമ്പോൾ താഴെ നിൽക്കുകയായിരുന്ന പാർവതി മുത്തശ്ശി വിളിച്ചു പറഞ്ഞു, നല്ലോണം കീഴ്പോട്ട് നോക്കി നടന്നോ കുട്ടിയെ. വൃശ്ചികമാസക്കാലം ഇഴജന്തുക്കൾക്ക് വിഷം വെക്കും. പണ്ട് വിശ്വംഭരനെ വിഷം തീണ്ടിയതറിയാലോ. കേട്ടപ്പോൾ ഒരു ഉൾക്കിടിലമുണ്ടായി. കീഴ്പോട്ട് തന്നെ നോക്കി അതിവേഗം ഒതുക്കുകൾ ഇറങ്ങി. ഇരുവശത്തും പച്ച പിടിച്ചു നിൽക്കുന്ന പാണൽക്കാടുകളെ വകഞ്ഞു പോകുന്ന ചവിട്ടുവഴിയിലൂടെ നടന്നു. ഉമ്മറപുറ്റത്തേക്ക് കാലെടുത്ത് വെക്കാൻ തുടങ്ങുമ്പോൾ പൂമുഖത്ത് നിന്ന വല്യമ്മാമ ചോദിച്ചു, രാത്രിയിലും തുടങ്ങിയോ ഊര് തണ്ടാൻ? മായ ഒന്നും പറഞ്ഞില്ല. വല്യമ്മാമയുടെ വാക്കുകളിൽ അമർഷത്തിന്റെ കനൽച്ചീളുകൾ നേർന്നു നിൽക്കുന്നതായി മായ അറിഞ്ഞു. എങ്കിലും മറുത്തൊന്നും പറയാൻ പോയില്ല. വല്ലതും പറഞ്ഞു പോയെങ്കിൽ ധിക്കാരിയാണെന്ന് വിധിക്കും, പറഞ്ഞില്ലെങ്കിലോ നിഷേധിയാണെന്ന്. കൈതമുള്ളു പോലെയാണ്, മേലോട്ടും വയ്യ കീഴോട്ടും വയ്യ. രക്ഷപ്പെടാനെന്ന പോലെ അവൾ അതിവേഗം അകത്തേക്ക് കയറി. സന്ധ്യയായതുകൊണ്ട് ഇടനാഴിയിൽ നല്ല ഇരുട്ടായിരുന്നു. അന്ത്യത്തിരി വെച്ചേ ലൈറ്റ് ഇടാവൂ എന്നാണ് വല്യേടത്തെ കൽപ്പന. അങ്ങനെ ഇരുട്ടിൽ ചുമര് പിടിച്ച് മുന്നോട്ട് നടന്നു. പടികൾ ഇളകി നിന്ന കോണി കയറുമ്പോൾ മായ മനസ്സിലോർത്തു പാർവതി മുത്തശ്ശി പറയാറുള്ള ചിരിതക്കുട്ടിയുടെ പ്രേതത്തെ. അവൾ വേലക്കാരിയായിരുന്നു, ദുർമരണമായിരുന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. വീട്ടുകാരും ആശ്രിതരും വേലക്കാരുമായി ഒരുപാട് പേർ ഉണ്ടായിരുന്നതല്ലേ. ആരെ ചതിച്ചതെന്ന് ആർക്കറിയാം. ചില രാവുകളിൽ ചിരിതക്കുട്ടി തേങ്ങുന്നതും കോണി കയറി വരുന്നതും കേൾക്കാറുള്ളതായി മുത്തശ്ശി പറയും. രുക്മിണി ചെറിയമ്മയും പറയും. മായ ഓർക്കുകയായിരുന്നു. വാരികയും ബേഗും തെക്കേ അറയിലെ ചില്ലലമാരയിൽ വെച്ച് മായ ചാരടിയിൽ അല്പനേരം ചാരിയിരുന്നു, ഒരാശ്വാസത്തിന് വേണ്ടി. അതിനിടയ്ക്ക് ആരോ കോണി കയറി വരുന്ന ശബ്ദം കേട്ടപ്പോൾ കാതോർത്തിരുന്നു. ചിരിതക്കുട്ടി ആയിരുന്നെങ്കിൽ ഒരു നോവലിലുള്ള കോപ്പെങ്കിലും കിട്ടിയാനെ എന്ന് ആശിക്കുകയും ചെയ്തു. മായമ്മായി വിളി കേട്ടപ്പോൾ തന്നെ മഞ്ജുളയാണെന്ന് മായയ്ക്ക് മനസ്സിലായി. മഞ്ജുള ഗോപൻ ചേട്ടന്റെ മകളാണ്. അവൾ അകത്തേക്ക് ഓടിക്കയറിയിട്ട് ചോദിച്ചു, അമ്മായി ഒരു കാര്യം ചോദിച്ചാൽ പറയൂ. എന്താ മോളെ? ഇന്ദ്രജ ദേവിദാസിനെ കല്യാണം കഴിക്കോ? അറിയില്ലല്ലോ കുട്ടിയെ. ഒന്ന് പറഞ്ഞതാ അമ്മായി. പറയാം, നാളെ ഇന്ദ്രജയെ കണ്ടാൽ ചോദിച്ചു നോക്കാം, എന്നിട്ട് പറയാം. അയ്യോ അതല്ല, മായയുടെ നോവലിലെ ഇന്ദ്രജയുടെ കാര്യമാ ചോദിച്ചത്, വേറെ ആരുടെ അല്ല. അതിനും അവളെ കണ്ടിട്ട് വേണ്ടേ മോളെ? ഇത്രയും കാലം അവള് പറഞ്ഞതെല്ലാം കൂടി നോവലാക്കിയത് അമ്മായി. ഇനി നാളെ അവളുടെ പുതിയ കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞിട്ട് അമ്മായി എഴുതാം. വായിക്കാൻ തരാം പോരെ? തരണേ, അച്ചടിച്ചു വരുമ്പോ ആദ്യം മഞ്ജുളക്കുട്ടിക്ക് തന്നെ തരണേ. തരുവോ? തരാം. നീ മോള് പോയി കാലും മുഖവും കഴുകി ഭസ്മം തൊട്ട് സന്ധ്യാനാമം ചൊല്ലിക്കോളൂ. ഇല്ലാച്ചാൽ വല്യമ്മാമയ്ക്ക് കോപം വരുവേ. പിന്നത്തെ കാര്യമൊന്നും അമ്മായി പറയണ്ടല്ലോ. കേട്ടപ്പോൾ മഞ്ജുളക്കുട്ടിക്ക് പേടിയായി. അവൾ ഇടനാഴിയിലൂടെ നടന്ന് മെല്ലെ കോണി ഇറങ്ങി. മായ വീണ്ടും ചാരടിയിൽ തന്നെ കിടന്നു. ക്ഷീണക്കൂടുതൽ ഉള്ളതുകൊണ്ട് കൺപോളകൾക്ക് ഭാരം തോന്നി. അങ്ങനെ കിടക്കുന്നതിനിടയ്ക്ക് വീണ്ടും അയാളുടെ മുഖം മനസ്സിന്റെ കിളിവാതിൽക്കലെത്തി. മായ ചരിഞ്ഞു കിടന്നു. എന്നിട്ടും മനസ്സിന്റെ തിരയിളക്കം അടങ്ങാതിരിക്കുകയാണല്ലോ എന്ന് അവൾ അറിഞ്ഞു. തുളസിത്തറയിൽ അന്തിത്തിരി വെച്ചു മടങ്ങിയ ഗോപിക മുകളിലേക്ക് വന്ന് ലൈറ്റ് തെളിച്ചിട്ട് ചോദിച്ചു, മായച്ചി, എന്റെ മായച്ചിക്ക് ഇന്ന് എന്തിയാ പറ്റിയേ? കിടക്കാറില്ലല്ലോ ഈ നേരത്ത്. വല്ലാത്ത ക്ഷീണം മോളെ. ഒരു കാര്യം കേൾക്കണോ മായച്ചിക്ക്? പറയ്. ഇന്ന് മലയാളം ഡിപ്പാർട്ട്മെന്റിൽ ചെന്നപ്പോൾ ചൂട് പിടിച്ച ചർച്ച. ഹരിനാരായണൻ സാറായിരുന്നു തുടക്കമിട്ടത്. അല്പനേരം മാറി നിന്ന് ഞാനും കേട്ടു. എന്തായിരുന്നു ടോപ്പിക്ക്? മായാദേവിയുടെ നോവൽ. ഓ, 4 നൂറ്റാണ്ടിന് ശേഷം ഇത്രയും ശക്തിയും സൗന്ദര്യവും ഒത്തുചേർന്ന ഒരു നോവൽ മലയാളത്തിൽ ഉണ്ടായിട്ടില്ലത്രേ. കേട്ടപ്പോ അല്പം ഗമയൊക്കെ എനിക്കും തോന്നിട്ടോ. ഈ വർഷത്തെ ആർട്സ് ഡേ ഇനോഗ്രേഷന് മായച്ചിയെ തന്നെ വേണമെന്നാ തീരുമാനം. വേണ്ട കുട്ടി, വേണ്ടാന്ന് പറഞ്ഞോളൂ. വലിയ ശബ്ദബഹളങ്ങൾ ഇല്ലാതെ ഇങ്ങനെ അടങ്ങി ഒതുങ്ങി കഴിഞ്ഞാൽ മതി മായച്ചിക്ക്. കുറെ വായിക്കണം, എഴുതണം, പ്രതികരിക്കണം. അനുഭവങ്ങളെ മറ്റുള്ളവർക്ക് പങ്കിട്ട് നൽകണം. അത്രേ മോഹമുള്ളൂ. അതിനപ്പുറമൊന്നും ആശിക്കുന്നില്ല. അല്പനേരം ഗോപിയയ്ക്ക് ഒന്നും മിണ്ടാനായില്ല. അത് കണ്ടപ്പോൾ മായയ്ക്കും വല്ലായ്മ തോന്നി. ആശ്വസിപ്പിക്കാൻ എന്നവണ്ണം അവൾ പറഞ്ഞു, മോള് വിഷമിക്കണ്ട കേട്ടോ. അവര് വരട്ടെ, വിളിക്കട്ടെ, വന്നേക്കാം. മോളുടെ കോളേജല്ലേ, വരാണ്ടിരിക്കാനാവോ മായച്ചിക്ക്?
കേട്ടപ്പോൾ ഗോപികയുടെ മുഖം വിടർന്നു. അവൾ മായയുടെ അടുത്തേക്ക് ചെന്നു കവിളിൽ ഒരു മുത്തം നൽകിക്കൊണ്ട് പറഞ്ഞു, നല്ല മായേച്ചി. പിന്നെ അതിവേഗം താഴേക്ക് നടന്നു. കോണിപ്പടികൾ ഇളകുന്നതിന്റെ ഒച്ച കേട്ടപ്പോൾ പൂമുഖത്ത് നിന്നും വല്യമ്മാമയുടെ പരുഷമായ ശബ്ദം. ആരാ അത്? ഭൂമി കുലുക്കിട്ട് വേണോ നടക്കാൻ? വല്യമ്മാമ അങ്ങനെയാണ്, എപ്പോഴും കണ്ണും കാതും കൂർപ്പിച്ചിരിക്കും, കടവിൽ ഇരകാത്തിരിക്കുന്ന കടുവയെപ്പോലെ. ഒരു പുളിയില വീണാൽ പോലും അറിയും. അതുകൊണ്ട് സകലർക്കും പേടിയാണ്. ആരും പൂമുഖത്തുകൂടെ കടന്നു പോവില്ല. അകത്തിരുന്ന് സംസാരിക്കുന്നത് പുറത്തു കേൾക്കാൻ പാടില്ല. തന്നെ ഇനി എന്നാണവോ വിചാരണയ്ക്ക് വിളിക്കുന്നത്? അങ്ങനെ ഒരു ദിവസം സങ്കല്പിക്കാനേ ആവുന്നില്ല. ഈയിടെയായി വാക്കിലും നോക്കിലുമൊക്കെ വല്ലാത്തൊരു അമർഷം പുകയാൻ തുടങ്ങിയിട്ടുണ്ട്. മായച്ചി താഴേക്ക് ചെല്ലാൻ പറഞ്ഞു അമ്മ. വീണ്ടും ഒരു പൂച്ചക്കുറിഞ്ഞിയെ പോലെ കയറി വന്ന് ഗോപിക ശബ്ദമൊതുക്കി പറഞ്ഞു. മായമല്ല എഴുന്നേറ്റു. അഴിഞ്ഞുകിടന്ന തലമുടി വാരിക്കെട്ടി. നടക്കുമോളെ, അവൾ ഗോപികയോട് പറഞ്ഞു. കാലച്ച കേൾക്കാതിരിക്കാൻ ശ്രദ്ധിച്ചുകൊണ്ട് ഇരുവരും നടന്നു. ഇളകി നിന്ന കോണിപ്പടികളിൽ സൂക്ഷ്മതയോടെ കാലടികൾ വെച്ചു. ഇരപിടിക്കാനിറങ്ങിയ പൂച്ചക്കുറിഞ്ഞികളെ പോലെ. ആവൂ, രക്ഷപ്പെട്ടു. വടക്കിനിയിലെത്തിയപ്പോൾ അടക്കിയ സ്വരത്തിൽ ഗോപിക ആശ്വാസം കൊണ്ടു. വേനലായതിനാൽ അടുക്കളപ്പുറത്തെ മുറ്റം മെഴുകി വൃത്തിയാക്കിയിരുന്നു. വെപ്പും വിളമ്പും ഒക്കെ അവിടെയാണ്. വടക്കേപ്പറമ്പിലെ പാറമടകൾക്കിടയിലെ കുറ്റിപ്പൊന്തകളിൽ കുളക്കോഴികൾ കുറുകുന്നതും ഒച്ച വെക്കുന്നതും കാതോർത്ത് മായയിരുന്നു. മായക്കുട്ടിയെ, നീ ഇന്ന് എവിടാ പോയേ? വല്യമ്മാമ വല്ലാണ്ട് ശോഭിക്കണത് കേട്ടല്ലോ. ചോദിക്കണ്ടായോ വല്ലതും? വല്യമ്മായി മായക്കുട്ടിയുടെ അടുത്തേക്ക് ചെന്ന് ശബ്ദമൊതുക്കി ചോദിച്ചു. ഇല്ല, പത്രമാഫീസിൽ നിന്ന് കത്ത് വന്നപ്പോ പോയതാ, അല്ലാതെങ്ങും പോയില്ല. ഇതൊന്നും പറഞ്ഞാൽ വല്യാട്ടത്തേക്ക് ബോധ്യമാവില്ലല്ലോ. ബോധ്യപ്പെടുത്താനൊന്നും കഴിയില്ല. ഇനിയിപ്പോ എന്നായാലും ഒരു പൊട്ടിത്തെറി ഉണ്ടാവും. പുകയാൻ തുടങ്ങിയിട്ട് കുറച്ചു ദിവസമായിരിക്കണം. പേടിയാവുക ഓർക്കുമ്പോ. വല്യമ്മായി പറഞ്ഞെങ്കിലും കേട്ടിരുന്നതല്ലാതെ മായ മറുത്തൊന്നും പറയാൻ പോയില്ല. വരാനിരിക്കുന്ന ഭൂകമ്പത്തിന്റെ മുന്നോടിയായ ശാന്തത അവളിൽ ഭീതിയായി കനത്തുകൊണ്ടിരുന്നു. ഒന്നും മിണ്ടാതിരുന്ന മായക്കുട്ടിയെ കണ്ടപ്പോൾ വല്യമ്മായിക്കും സങ്കടം തോന്നി. എന്താ കുട്ടിയെ? വാത്സല്യത്തോടെ അവർ ചോദിച്ചു. വല്യമ്മായി, ആരും ഇല്ലല്ലോ എനിക്ക് വേണ്ടി പറയാൻ. വല്യമ്മായിക്കെങ്കിലും ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തൂടെ വല്യമ്മാമ്മയോട്? എന്റെ സങ്കടം എന്താ ആരും അറിയാത്തെ? മായ ചോദിച്ചു. എല്ലാം കേട്ടുതന്നല്ലാതെ വല്യമ്മായിക്കും ഒന്നും പറയാനില്ല. അവരും നിസ്സഹായായിരുന്നു.